ഞാൻ ഷീബ ബെന്നി വൈറ്റിലിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു മാതാവിനെ. കാരണം ഞാൻ എല്ലാ പള്ളികളിൽ പോവുകയും നൊവേന കൂടുകയും ധ്യാനം കൂടുകയൊക്കെ ചെയ്യുമെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ എല്ലാ പള്ളികളിലും പോയി പ്രാർത്ഥിക്കണതല്ലേ, ഇനി കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യവുമില്ല, പിന്നെ എനിക്കത് കൃത്യമായിട്ട് ചെയ്യണം, അത് നമുക്ക് പറ്റൂല, അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് ആ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ വന്നില്ല. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് 2 വർഷമായിട്ട് എൻ്റെ ശരീരത്ത് പല പല ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഒരാൾ സ്പ്രേ അടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നാൽ എനിക്ക് ശ്വാസം മുട്ടും. ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചുമയായിട്ട് മാറും, അത് ഛർദിലായിട്ട് മാറും. ആ മണം ശരിക്കും എൻ്റെ അടുത്തുനിന്ന് മാറിയാൽ മാത്രമേ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുകയുള്ളൂ. അടച്ചിട്ടൊരു മുറിയിൽ എനിക്ക് കയറാൻ പാടില്ല, അപ്പം എനിക്ക് ശ്വാസം മുട്ടും. നടക്കുമ്പോൾ കിതപ്പ് വരാറുണ്ട്. ഭക്ഷണത്തിനോടും അടുപ്പ്, ഒരു ദിവസത്തിൽ 1 പ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഞാനൊരു ഡോക്ടറിനെ പോയി കാണാറില്ല. കാരണം ഞാൻ ചൈനയുടെ ഫ്ലവർ കൊണ്ട് ബൊക്ക സെറ്റ് ചെയ്യണ ഒരാളാണ്. അപ്പോൾ ചൈനയുടെ ഫ്ലവറിൻ്റെ അലർജി ആയിരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ പണി ഉപേക്ഷിക്കാനും പറ്റില്ല. അപ്പം അതിൻ്റെ അലർജിയാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കണമെന്നും പറഞ്ഞ് ഞാനൊരു ഡോക്ടറിനെയും പോയി കാണിക്കാറില്ല. 2 വർഷമായിട്ട് ഈ ബുദ്ധിമുട്ട് കൊണ്ട് നടക്കണമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് മനസ്സിൽ സ്വയം തോന്നി, ഒന്ന് ആലപ്പുഴ പള്ളിയിൽ പോവാം, എന്നാൽ ഇതിലേ പാസ് ചെയ്താൽ പോലും ഞാൻ കയറാറില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കണം, ഒന്ന് മാതാവിൻ്റെ അടുത്ത് പോകണമെന്നും പറഞ്ഞ് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അന്ന് ഈ ബുദ്ധിമുട്ടുകൾക്ക് ഞാനത് അത്ര വലിയ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല, അതിൻ്റെ ഒരു മരുന്നും കഴിക്കണില്ല. പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മക്കളുടെ ആവശ്യം പറഞ്ഞ് ഞാൻ വന്നു. അപ്പോഴും എൻ്റെ രോഗത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കളുടെ ആവശ്യം സാധിച്ചെങ്കിലും എൻ്റെ മക്കൾ കൂടെ ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്കതിവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിലൊക്കെ വെച്ച് അപ്പോഴും എനിക്ക് രോഗം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഒരു 2022 ഞാനിവിടെ വന്നത്. ഒരു 9-ാം മാസം 10-ാം മാസം റാലി ഉണ്ടായിരുന്നു. ആ റാലി ഉടമ്പടി എടുക്കുകയും ചെയ്ത് ആ റാലിയിൽ ഞാൻ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ റാലി എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ നട്ടൽ വിട്ടുപോണൊരു അനുഭവം എനിക്കുണ്ടായി. റാലി ഒരു 3/4 ഭാഗം വരെ ഞാൻ കൂടി, പക്ഷേ എനിക്ക് എന്താ അസുഖം എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ഒരു 3/4 ഭാഗം എൻ്റെ നട്ടൽ വിട്ടുപോയി. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന ചേച്ചിനോട് പറഞ്ഞു, ഞാൻ റാലി പൂർത്തിയാക്കിയാൽ ഞാൻ മരിച്ചു പോകും, അതുകൊണ്ട് എനിക്കൊരു ഓട്ടോ വിളിച്ച് എനിക്ക് പള്ളിയിലോട്ട് എത്തിക്കണം ഓട്ടാന്ന് പറഞ്ഞ്. എന്നിട്ട് ഓട്ടോ വിളിച്ച് ആർത്തിങ്ക പള്ളിയിലോട്ട് ചെന്ന് എന്നിട്ട് ഞാൻ അവിടെ വെച്ച് മാതാവിനോട് പറഞ്ഞു, അടുത്ത വർഷം എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ റാലി പൂർത്തിയാക്കൂട്ടാന്നും പറഞ്ഞ് മാതാവിന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. മാതാവായിട്ട് എനിക്ക് വയറിളക്കമായിട്ട് കാണിച്ചു തന്നു. കാരണം എന്ത് ബുദ്ധിമുട്ട് കാണിച്ചിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകണില്ല. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് വയറിളക്കം വന്നപ്പോഴും ഞാൻ 2 ആഴ്ച വെച്ചുകൊണ്ടിരുന്നു. വയറിളക്കമല്ലേ, എനിക്ക് ടെൻഷൻ കയറിയാൽ വയറിളകും, അതിൻ്റെ ആയിരിക്കുമെന്നും പറഞ്ഞ് ഞാൻ അപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് പോയില്ല. പിന്നെ എനിക്കത് ബ്ലഡ് പോകാൻ തുടങ്ങി, വയറ്റിൽ കൂടി ബ്ലഡ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുഴയാൻ തുടങ്ങി. അങ്ങനെ വേഗം അടുത്തൊരു ചെറിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് അവർ 10 ദിവസം അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് എൻ്റെ മോനോട് വിളിച്ചാൽ പറഞ്ഞത് അമ്മക്ക് ക്യാൻസർ ആടാന്ന് പറഞ്ഞു, കുടൽ ക്യാൻസറാണെന്ന് പറഞ്ഞു. എൻ്റെ മോനാ കൂടെ ഉണ്ടായിരുന്നു. മോനോട് പറഞ്ഞ് അമ്മക്ക് ക്യാൻസറാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് വേഗം കൊണ്ടുപോയിക്കോ, എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്ത് കുടലിൽ നിന്നത് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ ലിസിയിലോട്ട് നമ്മുടെ വയറ്റിൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, ലിസി പോകാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോണേ. അവിടെ ചെന്ന് ഈ ടെസ്റ്റുകളൊക്കെ പിന്നെ നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുടൽ ക്യാൻസറാണ്, നല്ലോണം വലുതായിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം മാതാവിൻ്റെ അടുത്ത് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കത് വയറിളക്കമായിട്ട് എനിക്ക് കാണിച്ചു തന്നത്. അല്ലെങ്കിൽ ഞാനത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നത് വരെ ഞാനത് വെച്ചോണ്ടിരുന്നാനെ. കാരണം എനിക്ക് സഹിക്കാവുന്ന ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കത് വയറിളക്കം നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ, വയറിളക്കം വന്നാൽ. അപ്പോൾ ക്യാൻസറാണെന്ന് പറഞ്ഞു. പക്ഷേ എന്നോട് ഇവരാരും പറഞ്ഞിട്ടില്ല ക്യാൻസറാണെന്നുള്ളത്. ചെറിയൊരു വയറിനൊരു തടിപ്പെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വീണപ്പോൾ എൻ്റെ ഡോക്ടർ എൻ്റെ മുഖത്തിട്ട് തട്ടി എണീപ്പിച്ച് വിളിച്ചിട്ട് ചോദിച്ച്, എന്തായി സുഖമായാന്നൊക്കെ ചോദിച്ച് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഡോക്ടറെ എനിക്ക് എന്താ സുഖമെന്ന് ചോദിച്ചു. എന്താ സുഖത്തിന് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ തന്നോട് ആരും പറഞ്ഞില്ലേ? നമ്മളില്ല, എന്നോടാരും പറഞ്ഞില്ല. തനിക്ക് കുടൽ ക്യാൻസർ ആണോ എന്ന് പറഞ്ഞ് എനിക്കങ്ങോട്ട് കണ്ണിൽ ഇരുട്ട് കയറിപ്പോയി. ഞാൻ എൻ്റെ 2 മക്കളെ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു 1/2 മണിക്കൂർ ഞാൻ ശരിക്കും ഇരുട്ടത്തായിപ്പോയി. പെട്ടെന്ന് എനിക്കൊരു ധൈര്യം കിട്ടി. ഈശോ ഉണ്ട് എൻ്റെ കൂടെ, മാതാവുണ്ട്, ഞാൻ ഉടമ്പടിയിൽ ഇരിക്കണതല്ലേ, എനിക്ക് മാതാവ് ഉണ്ടാവും കൂടെ, എനിക്ക് ഈശോ ധൈര്യം തരും. അപ്പോൾ അവിടെ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. ഒരു അച്ഛനും സിസ്റ്ററും, ക്യാൻസർ ആണെന്ന ആൾക്കാരെയൊക്കെ അച്ഛനും സിസ്റ്റർമാരൊക്കെ കൗൺസിലിംഗ് ചെയ്യും.
അപ്പോൾ എന്നോട് പറഞ്ഞ് കീമോ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഭയങ്കര രൂക്ഷമായിരിക്കും, ഈശോ എന്ന് മാത്രം വിളിച്ച് കരഞ്ഞാൽ മതി, വേറെ ആരെയും വിളിക്കണ്ടട്ടാന്ന് പറഞ്ഞു. ഈശോ ഉണ്ട് കൂടെ എന്ന് പറഞ്ഞ് 10 ദിവസത്തെ അവിടുത്തെ ചികിത്സ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരു ക്യാബേജിൻ്റെ വലിപ്പമുള്ളൊരു മുഴ എൻ്റെ വയറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്ത് മാറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് കീമോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 8-9 കീമോ ചെയ്യണമെന്നാണ് സാധാരണ ഞാൻ കേട്ടേക്കണത്. അത് ഭയങ്കര രൂക്ഷമാണെന്ന് ഞാൻ കേട്ടേക്കണേ. അങ്ങനെ ഞാൻ സ്ലൈഡിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും മാത്രമേ കീമോ എത്രണ്ണം വേണമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഓടി അച്ഛൻ്റെ അടുത്ത് വന്നിട്ടും പറഞ്ഞു ഇങ്ങനെ കീമോൻ്റെ റിസൾട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം, എനിക്ക് അധികം കീമോ പറ്റൂല അച്ഛാ, എനിക്കത് താങ്ങാനുള്ള ആരോഗ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് ഈ ഒരു ലോക്കറ്റ് എടുത്ത് കയ്യിൽ തന്നിട്ട് സൈത്തെടുത്ത് എൻ്റെ വിരലിൽ തൂത്തിട്ട് പറഞ്ഞു അത് പൊക്കിളിന് ചുറ്റും ഇവിടെ നിന്ന് തന്നെ പെരട്ടിക്കോളാൻ പറഞ്ഞു, ഒരു കുഴപ്പം വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് വയറിന് ചുറ്റും ഞാൻ തേച്ചിട്ട് ഞാൻ പോയി റിസൾട്ട് വന്നപ്പോൾ 4 എണ്ണം ചെയ്താൽ മതി എന്ന് പറഞ്ഞ്, 4 കീമോ ചെയ്താൽ മതി, 4ഉം രൂക്ഷമായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് കീമോ ചെയ്യുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ് മുടിയെല്ലാം പോവും, പീലി പോവും, പിരികം പോവും, എല്ലാം പോവും, ടെൻഷൻ അടിക്കരുതട്ടാന്ന് പറഞ്ഞു. അവന് ഇല്ല, ഈശോ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ഒരു ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞു. മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുത്തേക്കണമല്ല, അപ്പോൾ എന്നെയും മാതാവ് കിടത്തിക്കളയില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ 1ാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ മുടി ഞാനായിട്ട് മുട്ടയടിപ്പിച്ചിട്ട് നമ്മുടെ മാതാവിൻ്റെ എണ്ണ ശരിക്കും അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് 2ാമത്തെ കീമോയിൽ എൻ്റെ മുടി കുറേശ്ശെ വരാൻ തുടങ്ങിയെങ്കിലും മുടി പോയില്ല. 3ാമത്തെ കീമോയിലും മുടി പോയില്ല. 4ാമത്തെ കീമോയിലും ഭയങ്കര രൂക്ഷമായിരുന്നു, സഹിക്കാവുന്നതിന് അപ്പുറം വേദന ഞാൻ സഹിച്ച്. പക്ഷേ എനിക്ക് ഒരു കുഴപ്പവുമില്ലാണ്ട് അതിൽ നിന്ന് പോരാൻ പറ്റി. എൻ്റെ മാതാവ് എൻ്റെ ഒരു സംരക്ഷണം, ഒരു മാതാവിൻ്റെ ഒരു പൊതിഞ്ഞ് പിടിക്കലും ഉണ്ടായിരുന്നു, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് 15 വർഷമായിട്ട് തൈറോയ്ഡ് ഉണ്ട്, അതിന് മരുന്നൊന്നും കഴിക്കണില്ലായിരുന്നു. കീമോ ചെയ്തപ്പോൾ എൻ്റെ ശരീരം നല്ലോണം ക്ഷീണിച്ച്. അപ്പോൾ കഴുത്തേലൊരു മുഴ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ തുടങ്ങി. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് മാത്രം അത് ചെയ്യണമെന്ന് പറഞ്ഞു. ക്യാൻസറിൻ്റെ കഴിഞ്ഞ് അത് സ്കാൻ ചെയ്തപ്പോൾ അത് അകത്തോട്ട് വളരുന്ന ശ്വാസക്കുഴൽ അടഞ്ഞാണ് വളരണത്, അത് ഉടനെ തന്നെ കീറിക്കളയണമെന്ന് പറഞ്ഞു. കാരണം അത് അകത്ത് ശ്വാസക്കുഴൽ തിങ്ങിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്ക് ഈ 3 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ആ ഓപ്പറേഷൻ ഞാൻ കയറിയത്. അപ്പോൾ 15 വർഷമായിട്ടുള്ള തൈറോയ്ഡാണ്. അപ്പോൾ ഇപ്പോൾ കീമോ കഴിഞ്ഞപ്പോഴേക്കും അതങ്ങോട്ടൊന്ന് വലുതായി അകത്തോട്ട് തിങ്ങി വളരണം. പുറത്തോട്ടാണെങ്കിൽ കുറേ നാൾ പിടിച്ച് നിൽക്കാം, അകത്തായതുകൊണ്ട് കഴിയുന്നതും വേഗം ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് ചെയ്ത് അപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ എണ്ണയൊക്കെ കഴുത്തേൽ പുരട്ടി അത് ചെയ്യാൻ കയറുന്നതിന് മുമ്പ് പക്ഷേ ഡോക്ടർ പറഞ്ഞ് സംസാരശേഷി നഷ്ടപ്പെടും, അഥവാ സംസാരം കിട്ടിയാൽ തന്നെ ഒരു 6 മാസം കഴിഞ്ഞ് നോക്കിയാൽ മതിയിട്ടാന്ന് പറഞ്ഞു. കാരണം അത് അത്രയും വളർന്നിരിക്കണേ കഴുത്തേലെന്ന് പറഞ്ഞു. 3 മുഴയുണ്ടെന്ന് പറഞ്ഞു, 1 വലുതാണ്, 2 ചെറുതുമാണ്. അപ്പോൾ സംസാരശേഷി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ 2ാമത്തെ ഉടമ്പടി ഞാൻ 1ാമത്തെ കീമോ കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ റാലി വന്ന് 1ാമത്തെ കീമോയിൽ വന്നപ്പോഴാണ്, കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റാലി വന്നത്. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ റാലിയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ മാതാവിന് വാക്ക് കൊടുത്തേക്കണേ. എനിക്കത് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലാരും സമ്മതിച്ചില്ല. കാരണം ഇത്ര അവശതയിൽ ഇരിക്കുമ്പോൾ അത് പോയി കൂടണ്ടാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തനിക്കൊരിക്കലും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത്രയും ജനങ്ങളുടെ അടുത്ത് തനിക്ക് പോകാൻ പറ്റില്ല, പോയാൽ തന്നെ തനിക്ക് രോഗം വന്നിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു എന്നോട്. ചികിത്സിക്കാൻ ഇങ്ങോട്ട് വരരുത്, പിന്നെ തനിക്ക് നിർബന്ധമാണ്. ഞമ്മളില്ല, എനിക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞു. തനിക്ക് നിർബന്ധമാണെങ്കിൽ താനൊരു 4 മാസ്ക് വെച്ചിട്ട് വേണം പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണെങ്കിലും വെച്ച് പോയിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷേ ഒറ്റ മാസ്ക് വെക്കാൻ എന്നെ ഓർമ്മപ്പെടുത്തിയില്ല മാതാവ്. ഞാൻ മറന്നുപോയി മാസ്കിൻ്റെ കാര്യം. 2ാമത്തെ റാലി ഞാൻ പങ്കെടുത്തിട്ട് പിന്നെ 3ഉം 4ഉം കീമോ ഞാൻ ചെയ്തത്. കീമോയിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ആ റാലിയിൽ പങ്കെടുത്ത് പൂർത്തിയാക്കി. അത് കഴിഞ്ഞാൽ ഇപ്പോൾ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ്റെ കയറുന്നതിന് മുമ്പ് ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരശേഷി നഷ്ടപ്പെടും, കിട്ടിയാൽ തന്നെ വൈകൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ എണ്ണയൊക്കെ പുരട്ടി മാതാവിനോട് പ്രാർത്ഥിച്ച് ആസ്പത്രിയിൽ പോയപ്പോഴും ഞാൻ ബൈബിളും കൊന്തയും കൃപാസനത്തിലെ ബുക്കും എല്ലാമായിട്ടാണ് പോയത്, എണ്ണയൊക്കെ ആയിട്ടാണ് പോയത്. ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലിറങ്ങി എന്നെ വാർഡിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ എനിക്ക് പകുതി മയക്കമാണ്, എനിക്ക് ഓർമ്മയൊന്നുമില്ല, പകുതി മയക്കത്തിൽ കിടക്കണേ. കൃത്യം 4 മണിയായപ്പോൾ എൻ്റെ മൊബൈലടിച്ച്. 4 മണിക്ക് ഞാൻ പ്രാർത്ഥന ചെല്ലാൻ എണീക്കണതാണ്. എൻ്റെ മൊബൈലടിച്ചപ്പോൾ ഞാൻ എണീറ്റ് നിന്നുകൊണ്ട് തലക്കും ഭാഗത്തുനിന്ന് ബൈബിൾ എടുത്ത് ഒരു ചെറിയൊരു പാരഗ്രാഫും വായിച്ച് മാതാവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ അപ്പം തന്നെ ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരശേഷിക്ക് ഒരു കുഴപ്പവുമില്ല. അതെൻ്റെ മാതാവ് എന്നെക്കൊണ്ട് സംസാരിപ്പിച്ചതാണ്.
ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ സംസാരിച്ച്. എനിക്ക് ഒരു തടസ്സവും തൊണ്ടക്കില്ലായിരുന്നു. പിന്നെ ഒരു പാട് പോലും എനിക്ക് തന്നിട്ടില്ല. 2 മാസമായിട്ടുള്ള ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു പാട് പോലും എനിക്ക് തരാണ്ട് എനിക്കത് മാറ്റി. പിന്നെ ആ മുഴ എടുത്ത് ബയോപ്സിക്ക് അയച്ച്. അപ്പോൾ ബയോപ്സിക്ക് അയച്ചപ്പോഴേക്കും എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു. കാരണം ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ഒട്ടും പേടിയില്ലായിരുന്നു ബയോപ്സിക്ക് അയച്ചിട്ട്. പക്ഷേ ബയോപ്സിയുടെ റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഡോക്ടർ തലയും കുമ്പിട്ടിരുന്നിട്ടും പറയണ്, ചെറിയൊരു ക്യാൻസറിൻ്റെ ചെറിയൊരു വേരിയേഷൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ക്യാൻസർ വാർഡിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ക്യാൻസർ ഡോക്ടറിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വാവിട്ട് കരഞ്ഞു, മാതാവ് എന്നെ പിന്നെയും പരീക്ഷിക്കണേണാ. മാതാവ് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ, അല്ലാണ്ട് ഒരു കാര്യം നടപടിയാവൂല കേട്ടാന്ന് പറഞ്ഞു. ഈശോയും മാതാവും കൂടി എനിക്കിട്ട് പിന്നെയും പണിതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ്, ആസ്പത്രിയുടെ മുറ്റത്ത് കിടന്ന് വാവിട്ട് കരഞ്ഞ്. എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ധൈര്യം ഉണ്ട് എനിക്ക്, ഈശോ ഉണ്ടല്ല, ഈശോ എന്താണെന്ന് വെച്ചാൽ മാതാവ് കാണിച്ചു തരും. എന്നിട്ട് ഡോക്ടറിനെ കാണുന്നതിന് മുമ്പാണ് അടുത്ത 3ാമത്തെ റാലിക്കുള്ള സമയമായി. അപ്പോഴും എന്നോട് പറഞ്ഞ്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ള റാലിക്ക് പോകരുതട്ടാന്ന് എന്നോട് എൻ്റെ കൂടപ്പുറപ്പങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ, റാലി കൂടി വന്നു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം മാതാവ് കാണിച്ചു തരും, എനിക്കൊന്നുമില്ല എന്ന് മാതാവ് പറയിപ്പിക്കും, എനിക്ക് എൻ്റെ ഉറച്ച വിശ്വാസമാണെന്ന് പറഞ്ഞ്. റാലി കൂടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ 2ാമത് ക്യാൻസർ ഡോക്ടറിനെ കാണണേണ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു സ്ലൈഡിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഇതിനകത്ത് ഈ ബയോപ്സിയിൽ ചെറിയൊരു വേരിയേഷൻ കാണിക്കണ്ടെങ്കിലും സ്ലൈഡിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു. സ്ലൈഡിൻ്റെ റിപ്പോർട്ടിന് 5 ദിവസം വെയിറ്റ് ചെയ്ത് 5 ദിവസം കഴിഞ്ഞ് സ്ലൈഡിൻ്റെ റിപ്പോർട്ടുമായിട്ട് വന്നപ്പോൾ എനിക്ക് തൊണ്ടയിൽ ഒന്നുമില്ല. ക്യാൻസർ എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റി, വയറിൽ നിന്ന് എടുത്തു മാറ്റി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കുടുംബ പ്രാർത്ഥനയിലൊന്നും വരില്ലായിരുന്നു. ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായനയുണ്ട്, ഡെയിലി എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. കാരുണ്യ പ്രവർത്തികൾ, കാരണം ക്യാൻസർ വാർഡിൽ കിടന്നപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് അവിടെ കൊണ്ട് ഞാൻ പൈസ കൊടുക്കാറുണ്ട്, പാവങ്ങൾക്ക് രോഗികൾക്ക് പൈസ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ട്. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഒരു സംരക്ഷണം എൻ്റെ കുടുംബത്തിലുണ്ട്. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി.